ഓം ശാന്തി 20-2-2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് ശരീരം, മനസ്സ്, ധനം ഇവയിലൂടെ സത്യമായ ആത്മീയ സേവനം ചെയ്യണം. ആത്മീയ സേവനത്തിലൂടെ തന്നെയാണ് ഭാരതം സ്വർണിമ യുഗമായി മാറുക. ചോദ്യം: നിശ്ചിന്തരായി ഇരിക്കുന്നതിന് വേണ്ടി സദാ ഏത് കാര്യം ഓർമ്മിക്കണം? നിങ്ങൾ എപ്പോൾ നിശ്ചിന്തമാകും? ഉത്തരം: നിശ്ചിന്തരായി ഇരിക്കുന്നതിന് വേണ്ടി സദാ ഓർമ്മിക്കൂ. അതായത് ഈ മുഴുവൻ നാടകവും തികച്ചും കൃത്യമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഡ്രാമ അനുസരിച്ച് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുവോ അത് തികച്ചും ശരിയാണ്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചിന്തരായിരിക്കുവാൻ കഴിയില്ല. എപ്പോൾ നിങ്ങളുടെ കർമാതീത അവസ്ഥ ഉണ്ടാകുന്നുവോ അപ്പോൾ നിങ്ങൾ നിശ്ചിന്തരാകും. ഇതിന് വളരെ നല്ല യോഗം വേണം. ജ്ഞാനി യോഗി കുട്ടികൾക്ക് ഒളിഞ്ഞിരിക്കുവാൻ കഴിയില്ല. ഓം ശാന്തി. പതിത പാവനൻ ശിവ ഭഗവാനു വാച. ബാബ മനസ്സിലാക്കി തരികയാണ്, ദേഹധാരിയായ മനുഷ്യനെ ഒരിക്കലും ഭഗവാൻ എന്ന് പറയാൻ കഴിയില്ല. മനുഷ്യർക്ക് ഇതുമറിയാം, പതിത പാവനൻ ഭഗവാൻ തന്നെയാണ്. ശ്രീകൃഷ്ണനെ പതിത പാവനനെന്ന് പറയില്ല. പാവങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലാണ്. ഭാരതത്തിൽ എപ്പോഴാണോ ആശയക്കുഴപ്പമുണ്ടാകുന്നത് അപ്പോൾ ശിവബാബയ്ക്ക് വരണം. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ഇത് പരിഹരിക്കാൻ കഴിയില്ല. ഇത് പതിത പാവനനായ ശിവബാബ തന്നെയാണ്. ആ ബാബയെ കേവലം നിങ്ങൾ കുട്ടികൾ മാത്രമാണ് അറിയുന്നത്. അതും നമ്പർ വൈസ് പുരുഷാർത്ഥം അനുസരിച്ച്. ഇവിടെ ഇരിക്കുന്നുമുണ്ട്, ദിവസവും കേൾക്കുന്നുമുണ്ട്. എന്നിട്ടും നമ്മൾ ശിവബാബയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ബാബ ബ്രഹ്മ ശരീരത്തിൽ ഇരിക്കുന്നുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്നു, പാവനമാക്കുന്നു, യുക്തി പറഞ്ഞു തരുന്നു. ഇത് ചിന്തയിൽ വരുന്നതേയില്ല. നിങ്ങൾ സ്വദർശന ചക്രധാരിയായി രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം നേടി കാമവികാരത്തിന്റെ മേൽ വിജയം നേടി ജഗത് ജീത്ത് ആകുന്നു. അതിനാൽ ബാബ പതിത പാവനനുമാണ്, പുതിയ സൃഷ്ടിയുടെ രചയിതാവുമാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത രാജ്യം നേടുന്നതിന് വേണ്ടി നിങ്ങൾ പുരുഷാർത്ഥം ചെയ്യൂ. ഓരോരുത്തരും മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ശിവബാബയിൽ നിന്ന് രാജ്യഭാഗ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുപോലും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നതേയില്ല. ചിലർ കുറച്ചറിയുന്നു, ചിലർ തികച്ചും അറിയുന്നതേയില്ല. ശിവബാബ പറയുന്നു, പതിത പാവനൻ ഞാനാണ്. എന്നോട് ആരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ പരിചയം നൽകും. നിങ്ങൾക്കും ബാബ തന്റെ പരിചയം നൽകിയല്ലോ. ശിവബാബ പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ഇത് സാധാരണ ശരീരമാണ്. വൃക്ഷത്തിന്റെ അന്തിമത്തിലാണ് നിൽക്കുന്നത്. പതിത ലോകത്തിൽ നിൽക്കുന്നു. പിന്നീട് താഴെ തപസ്സും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബ്രഹ്മാവിന് പോലും തപസ് ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. രാജയോഗം ശിവബാബയാണ് പഠിപ്പിക്കുന്നത്. താഴെ ആദിദേവൻ, മുകളിൽ ആദിനാഥൻ. നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ കഴിയും, ഞങ്ങൾ ബ്രാഹ്മണർ ശിവബാബയുടെ സന്താനങ്ങളാണ്. അതുപോലെ നിങ്ങളും ശിവബാബയുടെ സന്താനങ്ങളാണ്. പക്ഷെ നിങ്ങളത് അറിയുന്നില്ല. ഭഗവാൻ ഒന്നേ ഉള്ളൂ, ബാക്കി എല്ലാവരും സഹോദരങ്ങളാണ്. ബാബ പറയുന്നു, ഞാൻ എന്റെ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്. ആരാണോ ബാബയെ തിരിച്ചറിഞ്ഞത് അവരെ പഠിപ്പിച്ച് ദേവത ആക്കുന്നു. ഭാരതം സ്വർഗമായിരുന്നു, ഇപ്പോൾ നരകമായി. ആരാണോ കാമവികാരത്തിനു മേൽ വിജയം നേടുന്നത് അവർ ജഗത് ജീത്താകും. ബാബ സ്വർണിമ ലോകത്തിന്റെ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക പ്രാവശ്യം ഈ ഭാരതം ഗോൾഡൻ ഏജ് ആയിരുന്നു,
പിന്നീട് അയൺ ഏജിലേക്ക് വന്നു. ഇതാരും അറിയുന്നില്ല. രചയിതാവിനെയും രചനയുടെ ആദി മധ്യ അന്ത്യത്തെയും ആരും അറിയുന്നില്ല. ബാബ ജ്ഞാനസാഗരനാണ്. ബാബ ബ്രഹ്മാവിന്റെ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച് ജ്ഞാനം നൽകുന്നു. ഇപ്പോൾ നിങ്ങളും പവിത്രമാകൂ. ഈ വികാരങ്ങളെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീതാകും. എല്ലാ കുട്ടികളും പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരീരം, മനസ്സ്, ധനം ഇവയിലൂടെ ആത്മീയ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൗതിക സേവനമല്ല, ഇത് ഭക്തിയല്ല. ഇതിനെ ആത്മീയ ജ്ഞാനമെന്ന് പറയുന്നു. ഭക്തിയുടെ യുഗം ദ്വാപര കലിയുഗങ്ങളാണ്. അതിനെ ബ്രഹ്മാവിന്റെ രാത്രിയെന്നും സത്യത്രേതായുഗങ്ങളെ ബ്രഹ്മാവിന്റെ പകലെന്നും പറയുന്നു. ഗീത പാരായണം ചെയ്യുന്ന ആരെങ്കിലും വരുന്നുവെങ്കിൽ അവർക്കും ഗീതയിൽ തെറ്റ് സംഭവിച്ചുവെന്ന് മനസ്സിലാക്കി കൊടുക്കണം. ഗീത ആര് കേൾപ്പിച്ചു? രാജയോഗം ആര് പഠിപ്പിച്ചു? കാമവികാരത്തിനു മേൽ വിജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീതാകും എന്ന് ആരാണ് പറഞ്ഞത്? ഈ ലക്ഷ്മി നാരായണനും ജഗത് ജീത്തായല്ലോ. ഇവരുടെ 84 ജന്മങ്ങളുടെ രഹസ്യം മനസ്സിലാക്കി കൊടുക്കണം. ആര് തന്നെയായാലും ജ്ഞാനം എടുക്കുന്നതിന് ഇവിടെ വരിക തന്നെ വേണമല്ലോ. ബാബ കുട്ടികളെ പഠിപ്പിക്കുന്നു. പക്ഷെ നിങ്ങളിൽ പോലും എല്ലാവരും നന്നായി മനസ്സിലാക്കുന്നതേയില്ല. അതിനാലാണ് പാടുന്നത് കോടിയിലും ചിലർ. ബാബ ആരാണ്, എങ്ങനെയാണ്? ചിലർ 5% പോലും അറിയുന്നില്ല. നിങ്ങൾ ബാബയെ അറിഞ്ഞ് പൂർണമായ രീതിയിൽ ഓർമ്മിക്കുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ട് ബാബയെ ഓർമ്മിച്ചുകൂടാ? പറയുന്നു, ബാബ ഓർമ്മ വിട്ടുപോയി. നിങ്ങൾക്ക് ബാബയെ ഓർമ്മിക്കുവാൻ കഴിയില്ലേ? ബാബയും മനസ്സിലാക്കുന്നുണ്ട്, ഇത് കുറച്ച് പരിശ്രമമുള്ള കാര്യമാണ്. എങ്കിൽ പോലും പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു. ഹേയ്, നിങ്ങളെ ക്ഷീരസാഗരത്തിലേക്ക് കൊണ്ടുപോകുന്ന, വിശ്വത്തിന്റെ അധികാരി ആക്കുന്ന ആ ബാബയെ മറന്നുപോകുന്നുവോ? മായ തീർച്ചയായും മറവിപ്പിക്കും. സമയമെടുക്കും. ഏതായാലും മായ മറവിപ്പിക്കുക തന്നെ ചെയ്യും. അതിനാൽ തണുത്ത് തന്നെ ഇരിക്കാം എന്ന് ചിന്തിക്കരുത്. അല്ല, തീർച്ചയായും പുരുഷാർത്ഥം ചെയ്യണം. കാമവികാരത്തിനു മേൽ വിജയം നേടണം. ഒരേ ഒരു ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ഏതെങ്കിലും വലിയ ജഡ്ജി വരികയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ ബാബ എങ്ങനെ വിളിക്കുന്നുവോ അതുപോലെ അവരെയും കുട്ടി എന്ന് വിളിക്കുമല്ലോ. എന്തുകൊണ്ടെന്നാൽ ഞാൻ ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. രാജകുമാരനും രാജകുമാരിയുമാക്കുന്നതിന് വേണ്ടി ഉയർന്നതിലും ഉയർന്ന പഠിപ്പ് ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ ഈ ബ്രഹ്മാവിനെ പഠിപ്പിക്കുന്നു. ഇദ്ദേഹം തന്നെയാണ് പിന്നെ ശ്രീകൃഷ്ണനാകുന്നത്. ബ്രഹ്മ, സരസ്വതി ഇവർ പിന്നീട് ലക്ഷ്മി നാരായണനാകും. ഈ പ്രവൃത്തി മാർഗം നടന്നു വരികയാണ്. നിവൃത്തി മാർഗത്തിലുള്ളവർക്ക് രാജയോഗം പഠിപ്പിക്കുവാനേ കഴിയില്ല. രാജാവ്, റാണി രണ്ടുപേരും വേണം. സന്യാസിമാർ വിദേശങ്ങളിൽ ചെന്ന് ഞങ്ങൾ രാജയോഗമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് അവർ തന്നെ പറയുന്നു, സുഖം കാക്കകാഷ്ടത്തിന് സമാനമാണ് എന്ന്. പിന്നെ എങ്ങനെ രാജയോഗം പഠിപ്പിക്കും? അതിനാൽ കുട്ടികൾ കുതിച്ച് വളരണം. പക്ഷെ ഇപ്പോഴും പലരും കുട്ടിയായി തന്നെ ഇരിക്കുന്നു, യുവാക്കളാകുന്നില്ല. യുവാക്കളുടെ ധൈര്യം കാട്ടണം. ബാബ മനസ്സിലാക്കി തരുന്നു, ഇത് രാവണ സമ്പ്രദായമാണ്. നിങ്ങൾ വിളിക്കുന്നുണ്ടല്ലോ പതിത പാവന വരൂ എന്ന്. എങ്കിൽ ഇത് പതിത ലോകമാണോ അതോ പാവന ലോകമാണോ? നമ്മൾ നരകവാസിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്താ ഇത് ദൈവിക സമ്പ്രദായമാണോ? രാമരാജ്യമാണോ?
നിങ്ങൾ രാവണ രാജ്യത്തിലല്ലേ? ഇപ്പോൾ രാവണ രാജ്യത്തിൽ എല്ലാവരുടെയും ബുദ്ധി ആസുരീയമായി. ഇപ്പോൾ ആസുരീയ ബുദ്ധിയെ ദൈവിക ബുദ്ധി ആക്കുന്നത് ആരാണ്? ഇങ്ങനെ 4 or 5 ചോദ്യം ചോദിക്കൂ. അപ്പോൾ മനുഷ്യർ ചിന്തിക്കും. ബാബയുടെ പരിചയം കൊടുക്കുക. ഇതാണ് നിങ്ങൾ കുട്ടികളുടെ കടമ. വൃക്ഷം പതുക്കെ പതുക്കെ വലുതാകും. പിന്നീട് വളരെ വലിയ വൃക്ഷമാകും. മായയും വട്ടം കറക്കി പാടെ വീഴ്ത്തുന്നു. ബോക്സിംഗിലും ഒരുപാട് പേർ മരിക്കാറുണ്ട്. ഇവിടെയും വളരെ പേർ മരിക്കുന്നു. വികാരത്തിലേക്ക് പോയി മരിച്ചു. പിന്നീട് വീണ്ടും 1 മുതൽ പുരുഷാർത്ഥം ചെയ്യണം. വികാരം പൂർണമായും നഷ്ടമുണ്ടാക്കും. ഏത് തുരുമ്പ് ഇളകിപ്പോയോ, പതീതത്തിൽ നിന്ന് പാവനമായോ, ആ സമ്പാദിച്ചതിനെ നഷ്ടമാക്കുന്നു. വീണ്ടും ആദ്യം മുതൽ പരിശ്രമിക്കേണ്ടി വരും. അവരെ അനുവദിക്കരുത് എന്നല്ല, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. എത്രയും ഓർമ്മയുടെ യാത്ര ചെയ്തുവോ പഠിച്ചുവോ അതെല്ലാം നഷ്ടമായി. പാടെ താഴെ വീണു പോകുന്നു. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വീഴുന്നുവെങ്കിൽ പറയണം ഗെറ്റ് ഔട്ട്. 1-2 പ്രാവശ്യം നിരീക്ഷിക്കും. 2 പ്രാവശ്യം മാപ്പ് ലഭിക്കും. പിന്നീട് പ്രതീക്ഷയില്ലാത്ത കേസാകും. പിന്നീട് വരുന്നുവെങ്കിലും തികച്ചും മോശമായ നിലവാരത്തിലായിരിക്കും. അങ്ങനെയല്ലേ താരതമ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ആരാണോ പാടെ കുറഞ്ഞ പദവി നേടുന്നത് അവരെയാണ് പറയുന്നത് താഴ്ന്ന ക്ലാസ്സിലുള്ളവർ. ദാസദാസിമാർ, ചണ്ടാലൻ, പ്രജകളുടെയും ജോലിക്കാർ, വേലക്കാർ എല്ലാവരും ഉണ്ടാകണമല്ലോ. ബാബ അറിയുന്നുണ്ട്. ബാബ ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ 5000 വർഷത്തിന് ശേഷവും ബാബ പഠിപ്പിക്കുന്നു. ഈ ലോകത്തുള്ളവർ ലക്ഷക്കണക്കിന് വർഷമെന്ന് പറയുന്നു. മുന്നോട്ടു പോകവേ ഇതും പറയാൻ തുടങ്ങും. ശരിക്കും 5000 വർഷത്തിന്റെ കാര്യമാണ്. ഇത് മഹാഭാരത യുദ്ധം തന്നെയാണ്. പക്ഷെ ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കുവാനേ കഴിയില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഒരുപാട് വൈകിപ്പോകും. പാടുന്നുണ്ട്, ഒരുപാട് സമയം കഴിഞ്ഞുപോയി, കുറച്ചു മാത്രം അവശേഷിക്കുന്നു എന്ന്. ഇതെല്ലാം ഈ സമയത്തെക്കുറിച്ചാണ്. പാവനമാകുന്നതിന് ബാക്കി കുറച്ചു സമയമേ ഉള്ളൂ. യുദ്ധം മുന്നിൽ നിൽക്കുകയാണ്. സ്വന്തം ഹൃദയത്തോട് ചോദിക്കൂ, നമ്മൾ ഓർമ്മയുടെ യാത്രയിലാണോ? പുതിയ ഒരാൾ വരുമ്പോൾ അവരെ കൊണ്ട് ഫോം പൂരിപ്പിക്കണം. ഫോം പൂരിപ്പിച്ചാൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാം. അഥവാ ആർക്കെങ്കിലും മനസ്സിലാക്കേണ്ടതേയില്ല എങ്കിൽ അവരെ കൊണ്ട് എന്തിന് ഫോം പൂരിപ്പിക്കണം? അങ്ങനെയുള്ള ഒരുപാട് പേർ വരും. പറയൂ, നിങ്ങൾ ബാബയെ വിളിച്ചിരുന്നല്ലോ, പതിത പാവന വരൂ എന്ന് പറഞ്ഞ്. അതിനാൽ തീർച്ചയായും ഇത് പതീത ലോകമാണ്. വന്ന് ഞങ്ങളെ പാവനമാക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പിന്നീട് ചിലർ ബാബയുടേതാകുന്നു, ചിലർ ആകുന്നില്ല. ബാബയ്ക്ക് ഒരുപാട് കത്തുകൾ വരുന്നു. എല്ലാവരും എഴുതുന്നു, ശിവബാബ കെയർ ഓഫ് ബ്രഹ്മാവ്. ശിവബാബയും പറയും, ഞാൻ ഈ സാധാരണ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ബ്രഹ്മബാബയെ 84 ജന്മങ്ങളുടെ കഥ കേൾപ്പിക്കുന്നു. ബാക്കി ഒരു മനുഷ്യനും രചയിതാവിനെയോ രചനയുടെ ആദിമധ്യ അന്ത്യത്തെയോ അറിയുന്നില്ല. ഈ ചിത്രങ്ങളെല്ലാം ബാബ ദിവ്യദൃഷ്ടിയിലൂടെ തയ്യാറാക്കിച്ചതാണ്. ബാബ നിങ്ങൾ ആത്മാക്കളെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആത്മാവ് പെട്ടെന്ന് അശരീരിയാകുന്നു. ഈ ശരീരത്തിൽ നിന്ന് വേറിട്ടതാണ് ഞാൻ എന്ന് മനസ്സിലാക്കണം. ബാബ പറയുന്നു, കുട്ടികളെ, ദേഹി അഭിമാനി ഭവ, അശരീരി ഭവ. ഞാൻ ആത്മാക്കളെ പഠിപ്പിക്കുന്നു. ആത്മാക്കളുടെയും പരമാത്മാവിന്റെയും മേളയാണിത്. ഇതിനെ സംഗമത്തിലെ മേളയെന്ന് പറയുന്നു. ബാക്കി ഗംഗാജലം പാവനമാക്കുന്നതേയില്ല.
സാധു സന്യാസിമാർ, ഋഷി മുനിമാർ എല്ലാവരും ഗംഗയിൽ സ്നാനം ചെയ്യുന്നു. എങ്കിൽ ഗംഗ എങ്ങനെ പതീത പാവനി ആകും? കാമവികാരം മഹാശത്രുവാണ് എന്നത് ഭഗവാന്റെ വാക്കുകളല്ലേ? ഇതിന്റെ മേൽ വിജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്ത് ആകും. ഗംഗയ്ക്ക് അഥവാ സാഗരത്തിന് ഇങ്ങനെ പറയാൻ കഴിയില്ല. ഇത് ജ്ഞാനസാഗരനായ ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ഇതിന്റെ മേൽ വിജയം നേടുന്നതിന് നിങ്ങൾ ബാബയെ മാത്രം ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങൾ പാവനമാകും. ദേവീ ഗുണം ധാരണ ചെയ്യൂ. ആർക്കും ദുഃഖം കൊടുക്കരുത്. ആദ്യ നമ്പറിലുള്ള ദുഃഖമാണ് കാമവികാരത്തിന്റെ പ്രയോഗം. ഇത് ആദി മധ്യ അന്ത്യം ദുഃഖം നൽകുന്നതാണ്. സത്യുഗത്തിൽ ഇത് ഉണ്ടായിരിക്കില്ല. അത് പാവന ലോകമാണ്. അവിടെ പതീതരായി ഒരാളും ഇല്ല. എങ്ങനെ നിങ്ങൾ യോഗബലത്തിലൂടെ രാജ്യം നേടുന്നുവോ അതുപോലെ അവിടെ യോഗബലത്തിലൂടെ കുട്ടികൾ ജന്മമെടുക്കുന്നു. രാവണ രാജ്യമേ ഇല്ല. ലോകർ രാവണന്റെ കോലം കത്തിക്കുന്നു. പക്ഷെ എപ്പോൾ മുതൽ കത്തിച്ചു വരുന്നു ഇതറിയില്ല. രാമരാജ്യത്തിൽ രാവണൻ ഇല്ല. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ബാബ മനസ്സിലാക്കി തരുന്നു. ഒരുപാട് മനസ്സിലാക്കി തരുന്നു. പക്ഷെ കൽപ്പകൽപ്പം ആര് എത്ര പഠിച്ചുവോ അത്ര തന്നെ ഇപ്പോഴും പഠിക്കും. പുരുഷാർത്ഥത്തിലൂടെ എല്ലാം അറിയുവാൻ കഴിയും. സ്ഥൂല സേവനവും ഒരു വിഷയമാണ്. മനസ്സാ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വാചാ കർമ്മണ ചെയ്യൂ. വാച വളരെ സഹജമാണ്. ആദ്യം മനസ്സ, അർത്ഥം മന്മന ഭവ. ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. സ്വയത്തെ ആത്മാവ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ബാബയിൽ നിന്ന് ശിക്ഷണം എടുക്കണം. ഒരുപാട് പേർ ബാബയെ ഓർമ്മിക്കുന്നതേയില്ല. ജ്ഞാനത്തെ ഓർമ്മിക്കുവാൻ കഴിയില്ല എന്നൊരിക്കലും പറയില്ല. ഒരേ ഒരു ബാബയെ ഓർമ്മിക്കുവാനേ കഴിയുന്നില്ല. ഓർമ്മിക്കുന്നില്ല എങ്കിൽ എങ്ങനെ ശക്തി ലഭിക്കും? ബാബ സർവശക്തിവാനാണ്. ആ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ശക്തി ലഭിക്കും. ഇതിനെയാണ് ഓർമ്മയുടെ തീവ്രതയെന്ന് പറയുന്നത്. കർമ്മണ നല്ലത് ചെയ്യുന്നുവെങ്കിൽ പോലും നല്ല പദവി ലഭിക്കും. കർമ്മണ പോലും ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ എന്തു പദവി ലഭിക്കും? വിഷയങ്ങളുണ്ടല്ലോ. ഇത് ഗുപ്തമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ ലോകത്തുള്ളവർ യോഗം യോഗം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ യോഗത്തിലൂടെ നിങ്ങൾ വിശ്വത്തിന്റെ ചക്രവർത്തി പദം എടുക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നതേയില്ല. യോഗബലത്തിലൂടെയാണ് കുട്ടികൾ പോലും ജന്മമെടുക്കുന്നത്. ഇതുപോലും ആർക്കും അറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. എന്നിട്ടും പകുതി കൽപ്പത്തിനു ശേഷം നിങ്ങൾ മായയുടെ ശിഷ്യനാകുന്നു. ഇപ്പോഴും മായ നിങ്ങളെ വിടുന്നതേയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ശിവബാബയുടെ കുട്ടിയാകണം. ഒരു ദേഹധാരിയുടെയും ശിഷ്യനാകരുത്. പവിത്രമാകുന്നതിന് വേണ്ടി ഇപ്പോൾ സഹോദരി സഹോദരൻ എന്ന് പറയുന്നു. ഇനി ഇതിനേക്കാൾ മുകളിലേക്ക് പോകണം. സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. സഹോദരി സഹോദര ദൃഷ്ടി പോലും അല്ല. ഡ്രാമ അനുസരിച്ച് എന്താണോ സംഭവിക്കുന്നത് അത് തികച്ചും ശരിയാണ്. ഡ്രാമ വളരെ കൃത്യമാണ്. ശിവബാബ നിശ്ചിന്തനാണ്. ബ്രഹ്മബാബയ്ക്ക് തീർച്ചയായും ചിന്ത ഉണ്ടായിരിക്കും. കർമാതീത അവസ്ഥ ആകുമ്പോൾ നിശ്ചിന്തമാകും. അതുവരെ എന്തെങ്കിലും ചിന്ത ഉണ്ടായിരിക്കും. നല്ല യോഗം വേണം. യോഗത്തിനു വേണ്ടി ബാബ ഇപ്പോൾ ശക്തി നൽകുന്നു. യോഗത്തെക്കുറിച്ച് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നു. ബാബയും പരാതി പറയുന്നു. അതായത് ആരാണോ നിങ്ങൾക്ക് ഇത്രയും ഖജനാവ് നൽകുന്നത് ആ ബാബയെ നിങ്ങൾ മറന്നു പോകുന്നു. ആരിലാണ് ജ്ഞാനമുള്ളത്, ആരിലാണ് ജ്ഞാനമില്ലാത്തത്
ഇത് ബാബ അറിയുന്നുണ്ട്. ജ്ഞാനി ഒരിക്കലും ഒളിഞ്ഞിരിക്കില്ല. അവർ വളരെ പെട്ടെന്ന് സേവനത്തിന്റെ തെളിവ് കൊടുക്കും. അതിനാൽ ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. മായയുടെ ഇടിയിൽ പരാജയപ്പെടരുത്. പുരുഷാർത്ഥത്തിൽ തണുത്തു പോകരുത്. ധൈര്യം സംഭരിച്ച് സേവനം ചെയ്യണം. 2. ഈ ഡ്രാമ കൃത്യമായി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനാൽ ഒരു കാര്യത്തിലും വിഷമിക്കരുത്. കർമാതീത അവസ്ഥയെ പ്രാപ്തമാക്കുന്നതിനായി ഒരു ബാബയെ ഓർമ്മിക്കണം. ഒരു ദേഹധാരിയുടെയും ശിഷ്യനാകരുത്. വരദാനം: ശ്രീമത്ത് അനുസരിച്ച് സേവനത്തിൽ സന്തുഷ്ടതയുടെ വിശേഷത അനുഭവം ചെയ്യുന്ന സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. എന്തു തന്നെ സേവനം ചെയ്യുകയാകട്ടെ, ഏതെങ്കിലും ജിജ്ഞാസുക്കൾ വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി, പക്ഷെ സ്വയത്തിൽ സന്തുഷ്ടരായിരിക്കൂ. നിശ്ചയിക്കൂ, അതായത് ഞാൻ സന്തുഷ്ടനാണെങ്കിൽ സന്ദേശം കൊടുക്കുന്ന ജോലി തീർച്ചയായും പ്രയോജനം ചെയ്യും. ഇതിൽ ഉദാസീനരാകരുത്. സ്റ്റുഡൻസ് വർദ്ധിച്ചില്ലെങ്കിൽ സാരമില്ല, താങ്കളുടെ കർമ്മക്കണക്കുകളിൽ സമ്പാദ്യമായി കഴിഞ്ഞു. ഒപ്പം അവർക്ക് സന്ദേശവും ലഭിച്ചു. അഥവാ സ്വയം സന്തുഷ്ടമാണെങ്കിൽ ചെലവാക്കിയത് സഫലമായി. ശ്രീമത്തനുസരിച്ച് കാര്യം ചെയ്തു എങ്കിൽ ശ്രീമത്തിനെ മാനിക്കുക. ഇതിലൂടെ സഫലതാമൂർത്തി ആകും. സ്ലോഗൻ: ദുർബലരായ ആത്മാക്കൾക്ക് ശക്തി കൊടുക്കൂ, എങ്കിൽ അവരുടെ ആശീർവാദങ്ങൾ ലഭിക്കും. ഓം ശാന്തി.